അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് ഇൻഡസ് വാലിൻ്റെ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ട്രൈ സ്റ്റീൽ മൾട്ടിപർപ്പസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റീമറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ട്രൈ പ്ലേ ബോട്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പെട്ടെന്ന് ചൂടായി കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫുഡ് കുക്കായി കിട്ടും. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് പ്രീമിയം ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. നിങ്ങളെ ഫാമിലിൻ്റെ ഹെൽത്ത് മുഖ്യമാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഓർഡർ ചെയ്യുക. ഇൻഡസ് വാലിൻ്റെ 3 ടയർ സ്റ്റീമറാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നഫീസ് 12 എന്ന കോഡ് യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ റെസ്റ്റൊന്നും പിടിക്കില്ല. നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങളെ ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു റെസിപ്പി നോക്കാം. കമോ, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബോൾസാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാനിത് ഇൻഡസ് വാലിൻ്റെ ഒരു സ്റ്റെയിൻലെസ് കടായി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ഉള്ളി. ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് എടുക്കുക. വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊരു 5-6 പച്ചമുളക് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ടീസ്പൂണിൻ്റെ അത്ര വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂണിൻ്റെ അത്ര ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ചെറിയ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അത്ര പെപ്പർ പൗഡർ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ചിക്കൻ ഇല്ലേ, ഇത് ഞാൻ പ്രൊസീജിയർ കാണിച്ചിട്ടില്ല. ചിക്കന് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് ഇതുപോലെ ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കനും എടുത്തിട്ടുള്ളത്. നിങ്ങൾ മസാലയിൽ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയിലൂടെ ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ ഇത് മൂടി വെച്ചിട്ട് ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ഇതിലേക്ക് മിക്സ് ആകുന്ന വിധത്തിൽ കുറച്ച് സമയം ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മളെ മസാല ബോൾസിൻ്റെ ഫില്ലിങ്സ്. ചെറിയ തീയിൽ കുറച്ച് സമയം മൂടി വെക്കുക. 1.5 കപ്പ് പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ഉള്ളി ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അത്ര തേങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാം. ഇത് നമ്മൾ അരി അരച്ചതാണ്. അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. അത് ടൈറ്റാകുന്നവരെ ചേർത്ത് കൊടുക്കുക. മസാല ബോൾസിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. ബോൾസ് ആക്കണ്ട. ഇതാ കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് ഇങ്ങനെ മാവെടുക്കാൻ, ഇതേപോലെ ആക്കാൻ. ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് ഇതേപോലെ ബോളാക്കി എടുക്കാം. നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൽ വെള്ളം ഒഴിക്കാം. ഇതിൽ രണ്ടിലും ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഓക്കെ, മസാല ബോൾസിൻ്റെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇൻഡസ് വാലിൻ്റെ 3 ടയർ സ്റ്റീമറിലാണ് ഇപ്പോൾ ഞാൻ നമ്മൾ മസാല ബോൾസിൻ്റെ ബോൾസ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിത് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് ഇത്ര കുറേ വെച്ചിട്ട് ഇടാം. ഇനിയും ഒരുപാട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാൻ 2 എണ്ണത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. വെള്ളം വെച്ച് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ബോൾസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. കറിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു 3/4 കിലോൻ്റെ അത്ര ചിക്കൻ ഉണ്ട്. ഇത് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഇൻഡസ് വാലിൻ്റെ തന്നെ കടായാണ് എടുത്തിട്ടുള്ളത്. ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം നേരത്തെ പ്രൊസീജിയർ തന്നെയാണ്. ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 3 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ സ്പൈസി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂണിൻ്റെ അത്ര വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാലും ഒഴിക്കണം. ഒരു തേങ്ങേൻ്റെ പാലെടുത്തിട്ട് വെക്കണം. ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്തിട്ട് വെക്കണം. നമ്മളിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ട നന്നായിട്ട് ഇതിവിടെ ഒട്ടിയിട്ടൊന്നുമില്ല. നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബോൾസ് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ 1ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിൽ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടറിൽ 3 കളർ ക്യാപ്സിക്കം ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഗ്രേവി നല്ലോണം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗ്രേവി മതിയാണെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബോൾസ് റെഡി ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര സ്റ്റീമർ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നഫീസ് 12 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കുക. റെസിപ്പി ഇഷ്ടമായി നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. വീഡിയോ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.